നമ്മുടെ ജീവിതത്തിൽ സമാധാനവും വളർച്ചയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലയാണ് മൗനം പാലിക്കുക എന്ന് പറയുന്നത്. അഥവാ സന്ദർഭോചിതമായി ചില കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കുക എന്നത്. പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നവരോട് നമ്മുടെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയാറുണ്ട്. എന്നാൽ സൈക്കോളജി പറയുന്നത് നമ്മുടെ ചില കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് നമ്മുടെ ലക്ഷ്യങ്ങളെ തകർക്കാനും ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെടുത്താനും കാരണമാകും എന്നാണ്. ചാണക്യ രീതിയിലും ഇതേ കാര്യമാണ് പറയുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര അടുത്ത വ്യക്തിയോട് പോലും തുറന്നു പറയാൻ പാടില്ലാത്ത 4 കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്നാമതായി, നിങ്ങളുടെ ഭാവി ലക്ഷ്യങ്ങളും പ്ലാനുകളും. നിങ്ങൾ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ജോലിക്ക് ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. ഇത് നടക്കുന്ന മുൻപ് ആരോടും തുറന്നു പറയരുത്. ഇതിന് പിന്നിൽ കൃത്യമായ ഒരു സൈക്കോളജിക്കൽ കാരണമുണ്ട്. നമ്മളൊരു ലക്ഷ്യം മനസ്സിൽ വിചാരിക്കുകയും അത് മറ്റുള്ളവരോട് മുൻകൂട്ടി പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിന് ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞു എന്നൊരു തെറ്റായ സന്ദേശം ലഭിക്കുന്നു. ഇതിനെ സോഷ്യൽ റിയാലിറ്റി ഫിനോമിനൻ എന്ന് വിളിക്കുന്നു. ഇത് കാരണം ആ ലക്ഷ്യം നേടാനായി നമ്മൾ എടുക്കേണ്ട അധ്വാനവും താല്പര്യവും കുറഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങളുടെ പ്ലാനുകൾ എപ്പോഴും നിശബ്ദമായിരിക്കട്ടെ. നിങ്ങളുടെ വിജയം മാത്രം ശബ്ദമുണ്ടാക്കട്ടെ. രണ്ടാമതായി, നിങ്ങളുടെ വ്യക്തിപരമായ സങ്കടങ്ങളും കുടുംബത്തിലെ പ്രശ്നങ്ങളും. കുടുംബത്തിലോ അല്ലെങ്കിൽ പങ്കാളിയുമായോ ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാതെ സുഹൃത്തുക്കളോടോ മറ്റുള്ളവരോടോ അത് പങ്കുവെക്കുന്ന ഒരു ശീലം പലർക്കുമുണ്ട്. എന്നാൽ ഓർക്കണം, ഇന്ന് നിങ്ങളുടെ വിഷമം കേട്ട് ആശ്വസിപ്പിക്കുന്ന ആ പലരും നാളെ നിങ്ങളുടെ പിറകിൽ നിന്ന് അതേ കാര്യം പറഞ്ഞ് ചിരിച്ചേക്കാം. മറ്റൊന്ന്, നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന 80% ആളുകൾക്കും അതിൽ താല്പര്യമില്ല എന്നുള്ളതാണ്. ബാക്കി 20% ആളുകൾ നിങ്ങൾക്കതിൽ പ്രശ്നമുണ്ടായതിൽ സന്തോഷിക്കുന്നവരുമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലെയും ബന്ധങ്ങളിലെയും പ്രശ്നങ്ങൾ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കണം. മൂന്നാമതായി, നിങ്ങളുടെ സമ്പാദ്യവും സാമ്പത്തിക കാര്യങ്ങളും. നിങ്ങൾക്ക് നിങ്ങളെ ഒഴിവാക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി എപ്പോഴും നിങ്ങളുടെ മാത്രം രഹസ്യമായിരിക്കട്ടെ. നാലാമതായി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു നൽകിയ സഹായങ്ങളും നിങ്ങളുടെ നല്ല പ്രവർത്തികളും. നമ്മൾ ഒരാളെ സഹായിച്ചു കഴിഞ്ഞാൽ അത് 4 ആളെ അറിയിച്ച് കയ്യടി നേടാൻ ശ്രമിക്കരുത്. സ്വന്തം വലിപ്പം കാണിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്ത നന്മകൾ മറ്റുള്ളവരോട് വിളമ്പി പറയുമ്പോൾ നിങ്ങൾ ചെയ്ത ആ നല്ല കാര്യത്തിന്റെ മൂല്യം തന്നെ അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. സ്വാഭിമാനമുള്ള ആളുകൾ തങ്ങൾ ചെയ്ത നന്മകളെക്കുറിച്ച് എപ്പോഴും മൗനം പാലിക്കും. കാര്യം അഹംഭാവമല്ല, ആത്മസംതൃപ്തിയാണ് സഹായം ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്. ജീവിതത്തിൽ ഈ 4 കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കാൻ ശീലിച്ചാൽ നിങ്ങളുടെ മനസ്സിന് വലിയൊരു ശാന്തതയും ബഹുമാനവും തിരികെ ലഭിക്കും. ഈ 4 കാര്യങ്ങളിൽ നിങ്ങൾ ഇതുവരെ അറിയാതെ മറ്റുള്ളവരോട് പറഞ്ഞു പോയ കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ കമന്റിൽ പങ്കുവെക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.